ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധരാധേ. ഇന്ന് ഞാനൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ശിവപുരാണത്തിൽ വേദവ്യാസ മഹർഷിയുടെ ശിവപുരാണത്തിൽ എഴുതിയ ഒരു കഥയുമായിട്ടാണ്. അതായത് നമ്മളെ ബ്രഹ്മാവിനെയും കൈതപ്പൂവിനെയും എന്തുകൊണ്ടാണ് അമ്പലങ്ങളിൽ പൂജിക്കാത്തത്. അപ്പോൾ ആ ഒരു കഥ ഞാനിവിടെ പറയാം. നമ്മുടെ ദേവലോകത്ത് ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിലൊരു തർക്കം നടക്കുകയാണ്. ഇതിലാരാണ് പ്രഥമ ദൈവം, പ്രഥമ ഈശ്വരൻ എന്ന് ഒരു തർക്കം. ഇപ്പോൾ ബ്രഹ്മാവ് പറയും ഞാനാണ് പ്രഥമ ദൈവം, ഞാനാണ് ദൃഷ്ടികർത്താവ്, അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായ ദൈവം ഞാനാണ്. മഹാവിഷ്ണു പറയും ഇല്ല, എൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ്, എൻ്റെ നാഭിയായ പത്മത്തിൽ നിന്നാണ് ബ്രഹ്മാവ് വന്നത്, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ ദൈവം എന്ന് മഹാവിഷ്ണു തർക്കിക്കും. ഭയങ്കര തർക്കമാവും രണ്ടുപേരും. എന്നിട്ട് രണ്ടുപേരും അങ്ങനെ ദേവന്മാർക്ക് ഇതൊരു സന്തോഷം, ഇതിൽ ആരാണ് ജയിക്കുന്നതെന്ന് അറിയല്ലോ. ദേവന്മാർ ആദ്യമൊക്കെ ഇങ്ങനെ ഇവരോട് നിന്ന് തർക്കങ്ങൾ കേട്ടോണ്ട് അവസാനം ഇവരെ തർക്കങ്ങളൊന്നും തീരുന്നില്ല. ഇവരെന്തോ ബ്രഹ്മാവ് പാശുപതാസ്ത്രവും മഹാവിഷ്ണു മഹേശ്വരാസ്ത്രവും പ്രയോഗിക്കും. ഇത് തമ്മിൽ കൂട്ടിമുട്ടി തീഞ്ചോലയുമായി ഭയങ്കരമായ പ്രകമ്പനം. ദേവന്മാർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ദേവന്മാർ നേരെ എന്ത് ചെയ്യും, നമ്മളുടെ മഹാദേവനെ കാണാനായിട്ട് ചെല്ലും. മഹാദേവനോട് കാര്യം പറയും. മഹാദേവൻ ഇത് കേട്ടിട്ട് ഭൂതഗണങ്ങളെ നന്ദികേശിനി ഇവരുടെ അടുത്തോട്ട് അയക്കും. അവരൊന്നും പറഞ്ഞിട്ടൊന്നും ഇവരുടെ തർക്കങ്ങൾ അവസാനിച്ചില്ല. അവസാനം മഹാദേവൻ സ്വയം വന്ന് ഒരു സ്തംഭത്തിൻ്റെ രൂപം വന്ന് ഇവരുടെ മധ്യത്ത് നിന്ന് നിൽക്കും. ആദ്യം ഇവരത് ഇതെന്തൊരു സ്തംഭമോ, നോക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യും, ബ്രഹ്മാവ് ഹംസത്തിൻ്റെ പുറത്ത് കയറും. മഹാവിഷ്ണു പന്നിയുടെ രൂപം ധരിച്ചിട്ട് ഇതിൻ്റെ അറ്റവും ഇതിൻ്റെ അവസാനം കണ്ടെത്താനായിട്ട് അവരിങ്ങനെ ചുറ്റും. എന്നിട്ടൊന്നും കണ്ടെത്തുന്നില്ല. അവസാനം മഹാവിഷ്ണു എന്തോ ചെയ്യും, തളർന്ന് ഇത് മതിയാക്കും, ഇനി എന്തായാലും എനിക്ക് വയ്യ എന്നുള്ളതിൽ തിരിച്ചു വരും. ബ്രഹ്മാവ് തിരിച്ചു വരത്തില്ല. ബ്രഹ്മാവ് എന്തായാലും ഇത് കണ്ടിട്ടേ അടങ്ങോളന്ന് തോറ്റ് പിന്മാറത്തില്ല. അങ്ങനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടുപോഴത്തേക്ക് കൈതപ്പൂവിനെ കാണും. അപ്പം കൈതപ്പൂവിൻ്റെ ചോദിക്കും ബ്രഹ്മ, കൈതപ്പൂവേ ഇതിൻ്റെ അറ്റവും ഇതിൻ്റെ മുകൾ ഭാഗവും ഇതിൻ്റെ ആദിയും എവിടെയാണ് ചോദിക്കും. ഇതിൻ്റെ അങ്ങനെ കൈതപ്പ് പറയും എനിക്കറിയത്തില്ല, ഇത് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല ബ്രഹ്മാവി എന്ന് പറയും. അങ്ങനെ ബ്രഹ്മാവ് പറയും, കൈതപ്പൂവിൻ്റെ അടുത്ത് പറയും, കൈതപ്പൂ ചെന്ന് മഹാവിഷ്ണു അടുത്ത് പറയണം ഞാനിതിൻ്റെ ആദ്യവും അവസാനവും കണ്ടതായിട്ട്. കൈതപ്പൂ പറയും ഞാൻ കള്ളത്തരം പറയത്തില്ല, എന്നാലും എനിക്ക് വേണ്ടി ഒന്ന് പറയും, എങ്കിൽ മാത്രമേ വിഷ്ണു എന്നെ പൂജിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് കൈതപ്പൂ ബ്രഹ്മാവിൻ്റെ കൂടെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വരും. അപ്പോൾ കൈതപ്പൂ മഹാവിഷ്ണു പറയും നമ്മൾ കണ്ടെത്തിയെന്ന് പറയും. മഹാവിഷ്ണു സമ്മതിച്ചിട്ട് പറയും എങ്കിൽ ബ്രഹ്മാവ് കണ്ടെത്തിയല്ലോ. ബ്രഹ്മാവ് അങ്ങനെ ബ്രഹ്മാവിനെ സൽക്കരിച്ച് ബ്രഹ്മാവിനെ പൂജിക്കും, ശരിയെന്ന് പറയും. ഇത് മനസ്സിലാക്കിയ ഇതാരാണ് അയച്ചത്, നമ്മളുടെ മഹാദേവനല്ലയോ. മഹാദേവൻ എന്തോ ഇത് മനസ്സിലാക്കിയിട്ട് വന്ന് ഇവർക്കടുത്ത് ചോദിക്കും, ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിക്കും, ബ്രഹ്മാവേ ഇതിൻ്റെ അറ്റവും ഇതിൻ്റെ ആദ്യവും അവസാനവും ബ്രഹ്മാവ് കണ്ടെന്ന് പറയും. അപ്പോൾ കൈതപ്പൂവിൻ്റെ കൈതപ്പൂവേ കൈതപ്പൂ കണ്ടോ, അപ്പോൾ കണ്ടെന്ന് പറയും. അവസാനം കൈതപ്പൂവിനൊരു വിഷമം, പരമശിവൻ്റെ അടുത്ത് കള്ളത്തരം പറയുകയോ, പരമശിവൻ്റെ കോപത്തിൽ ഞാൻ പാത്രമാവില്ലേ. അവസാനം കൈതപ്പൂ സത്യം പറയും, ഇത് ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ്, ബ്രഹ്മാവ് കണ്ടെത്തിയിട്ടില്ല, ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് വിഷ്ണുവിനോട് ചെന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പറഞ്ഞ കള്ളത്തരമാണെന്ന് പറയും. മഹാവിഷ്ണു ശിവന് കോപം വയ്യാതെയോ. അങ്ങനെ ശിവൻ്റെ ഭ്രൂമത്തിൽ നിന്ന് കാലഭൈരവൻ ജനിക്കും. കാലഭൈരവൻ പ്രത്യക്ഷമാവും. കാലഭൈരവൻ പ്രത്യക്ഷമായി ഒരായുധം കൊണ്ടുവന്ന് ബ്രഹ്മാവിൻ്റെ ഒരു ഖണ്ഡം ഛേദിക്കും. പക്ഷെ 5 തലയുണ്ടെന്നില്ല, പിന്നെ 4 ആയെന്നാണ് പറയുന്നതിന് ശേഷം ആ ഒരു കഴുത്ത് ഛേദിക്കും. എന്നിട്ട് ബ്രഹ്മാവിനോട് പറയും, ശിവൻ പറയും, ഇനി ഒരു അമ്പലങ്ങളിലോ ഒരു പൂജയ്ക്കോ ബ്രഹ്മാവിനെ ആരും പൂജിക്കപ്പെടാതായി തീരട്ടെ, അതുപോലെ കൈതപ്പുവിനെയും പൂജിക്കപ്പെടാതായി തീരട്ടെ എന്ന് ശിവൻ
മഹാദേവൻ ശപിക്കും. എന്നിട്ട് മഹാവിഷ്ണുവിനെ പ്രഥമേശ്വരനായിട്ട്, കാരണം മഹാവിഷ്ണു കള്ളത്തരമൊന്നും പറഞ്ഞില്ലല്ലോ, മഹാവിഷ്ണുവിനെ പ്രഥമ ഒരു ഈശ്വരനായിട്ട് എല്ലാവരും പൂജിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണുവാണ് ഏറ്റവും ഉത്തമനെന്ന് പറഞ്ഞു. ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇനി ബ്രഹ്മാവിന് അങ്ങനെ ഒരു ഇതുണ്ടാവത്തില്ല, ബ്രഹ്മാവ് കള്ളത്തരം പറഞ്ഞു, അതുകൊണ്ട് ഈ ശാപം ബ്രഹ്മാവ് ഏറ്റുവാങ്ങണം, കൈതപ്പൂവും ഏറ്റുവാങ്ങണം. അപ്പോൾ കൈതപ്പൂവ് ആകെ വിഷമിക്കും. ഭഗവാനെയും ശിവനെ എന്തെങ്കിലും മഹാദേവ എനിക്ക് എന്തെങ്കിലും ഒരു ശാപമോക്ഷം തരണേന്ന് പറയും. അങ്ങനെ മഹാദേവൻ അവസാനം പറയും, എല്ലാവരും കൈതപ്പൂവിനെ തലയിൽ ചൂടട്ടെ, അങ്ങനെ ഒരു ജന്മസാഫല്യം കൈതപ്പൂവിന് ഉണ്ടാവട്ടെ. അപ്പോൾ അതിൽ നിന്നൊരു ശാപമോക്ഷം കൈതപ്പൂവിന് ഉണ്ടാകും. അല്ലാതെ കൈതപ്പൂവിനെയോ ബ്രഹ്മാവിനെയോ ഇനി ആരും പൂജിക്കരുത്. ഇങ്ങനൊരു ശാപമാണ് നമ്മളുടെ ബ്രഹ്മാവിന് കിട്ടിയത്, മഹാശിവനിൽ നിന്നും മഹാദേവനിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ഒരു ഈശ്വരനായിട്ട് പൂജിക്കപ്പെടാത്തത്. ചില അമ്പലങ്ങൾക്ക് ബ്രഹ്മാവിനെ പൂജിക്കുന്നുണ്ടെങ്കിലും ബ്രഹ്മാവിനെ പൂജിക്കപ്പെട്ടതായിട്ട് അറിയപ്പെടുന്നില്ല. അത് ഈ മഹാദേവൻ്റെ ശാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീരാധരാധേ. എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഹരേ കൃഷ്ണ.